തൊലി അങ്ങ് ഉരിഞ്ഞ് നമ്മളത് എന്തോ നമ്മളെ തൊലി ഉരിഞ്ഞു പോകും. അത് പറഞ്ഞിട്ട് വേറെ നീ അവിടെ മറ്റേ പരിപാടി എന്തോ അച്ഛനെ ഫോണോ എന്തോ ടിവിയോ കുടുംബസംഗമത്തിന് കുറെ ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ വേണം എടുത്തോ. കൊടുക്കാത്തവരുടെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇനി കൊടുത്തവരുടെ അവസ്ഥ ഒന്ന് ആലോചിക്കുക. ഇവരൊക്കെ പറയാണ്ടിരുന്ന ആൾക്കാരാണ്. ഇതും സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഫോളോവേഴ്സും എല്ലാ ആൾക്കാരൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ് ഈ പറയുന്നത് കേട്ടോ. ഈ പറഞ്ഞ ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നവർ ഇതിപ്പോ കൊടുത്തവരും പറയാണ്, ഇന്നിപ്പോ കൊടുത്തവരും പറയണം. അപ്പൊ ആൾക്കാരെന്താ പറയണേ, ഈ കമന്റ് ഇടുന്നവർ പറയാണ് അദ്ദേഹം കൊടുത്ത് അത് കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ഇതേപോലെ വർത്താനം പറയുന്നത്. ഇടേ ഒരു പെണ്ണിന്റെ പോലെ ഒരു ആന്റെ മാനത്തിന്റെ വിലയുള്ളത്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ വില എല്ലാം അദ്ദേഹം കൊടുക്കുന്നത്. കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുത്താൽ മതി. ഇതേപോലെയാണ് കൊടുക്കാതിരിക്കുക, അത്രയും നല്ലത്. നിങ്ങൾ ആ വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കണ്ടുപോകുക. അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അതായത് ഒന്നും മേടിക്കാണ്ട് ഒരു ബന്ധമില്ലാണ്ട് ഒരു ആങ്കർ ആയിട്ട് പോയ ഒരാളുടെ അവസ്ഥ ഇതാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു 10 രൂപ കൈ നീട്ടി മേടിച്ച ആളുടെ അവസ്ഥ എന്തായിരിക്കും? ഇതിൽ ഗോൾഡ് സ്വർണ്ണക്കടക്കാരനും ബന്ധമില്ല, വെള്ളിക്കടക്കാരനും ബന്ധമില്ല. ദർശനീയ പാവം സ്പർശനീയ പുണ്യം എന്നാണോ? അങ്ങനെയല്ല, സ്പർശനീയ പാവം ദർശനീയ പുണ്യം എന്നൊക്കെയാണ്. എന്തായാലും കേട്ടു നോക്കുക, എന്നിട്ട് നിങ്ങൾ എന്നെ മറുപടി പറയാം. അപ്പം എപ്പോഴാണ് മെസ്സേജ് അയച്ചാലും മൂന്നാമത്തെ ഇവന്റ് കഴിഞ്ഞു. എന്തോ അയച്ചേ? തൊലി അങ്ങ് ഉരിഞ്ഞ് നമ്മളത് എന്തോ നമ്മളെ തൊലി ഉരിഞ്ഞു പോകും. അത് പറഞ്ഞിട്ട് വേറെ നീ അവിടെ മറ്റേ പരിപാടി എന്തോ അച്ഛനെ ഫോണോ എന്തോ ടിവിയോ കുടുംബസംഗമത്തിന് കുറെ ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ വേണം എടുത്തോ. കറി വെച്ചോ. ഞാൻ അല്ലെങ്കിൽ അങ്ങനെ കോഴിത്തര സഹിക്കാൻ വയ്യ. അപ്പൊ ഇനിയിപ്പോ ടി വി എടുത്ത് വെച്ചിട്ട് എന്റെ അടുത്ത് മറ്റേ ക്യാമറ ടീമിലുള്ള പയ്യന്മാരുണ്ട് പറഞ്ഞായിരുന്നു. എന്റെ പൊന്നു മറ്റേ ക്യാമറ ടീമിലുള്ള പയ്യന്മാരുണ്ട് പറഞ്ഞായിരുന്നു. എന്റെ പൊന്നു ചേച്ചി എന്താണെങ്കിലും ഇങ്ങനെ കോഴിത്തരം കാണിക്കും. ആ സൈഡിൽ ഒരു 54 ഇഞ്ചിന്റെ 42 ഇഞ്ചിന്റെ ടി വി അന്നത്തെ സൈഡിൽ കൊണ്ട് പോകാൻ നോക്ക്. അത് വാങ്ങിച്ചാലും വാങ്ങിച്ചില്ലെങ്കിലും അങ്ങേര് കോഴിത്തരം കാണിക്കും. ഈ പറഞ്ഞ ഫേസ്ബുക്കിൽ നിന്ന് കുറെ ആളുകൾ മറ്റേ കൂടുതൽ ഇൻസ്റ്റാഗ്രാമിലോട്ട് വന്നപ്പോഴത്തേക്ക് അവന്റെ സംസാരം കേട്ടാലേ അറിയാം ഈ പറയുന്ന ഹാസ്യ രൂപേണയാണെങ്കിലും ആ കാര്യങ്ങൾ പറയുന്നത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. മറ്റുള്ളവരുടെ അവസ്ഥ ഏറ്റവും ഗതികെട്ടൊരുത്തനായിരിക്കും കൈ നീട്ടുന്നതും ഈ മീഡിയയുടെ മുന്നിലും വീഡിയോയുടെ മുന്നിലും വന്നിരുന്നത് ഏറ്റവും ഗതികെട്ട അറിയാത്തവർ എന്തോ ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നവർ പോലും ഇതുപോലെ ദുരുപയോഗം ചെയ്യുക, കൊടുത്തിട്ട് അവരെ മുതലെടുക്കുക, കാശിന് വേണ്ടിയുള്ള ഒരു മുതലെടുക്കുക. അച്ചായ തെളിയിക്കുക, അല്ലാണ്ട് ഇപ്പൊ വേറൊന്നും ഇല്ല ഇവിടെ. ചാറ്റ് നിർത്തുമൊന്നും വേണ്ട, പക്ഷെ ഇങ്ങനെ ചാറ്റ് ചെയ്യാതിരിക്കലായിരിക്കും നല്ലത്. ഒരു കൈ കൊണ്ട് കൊന്നുകൊണ്ട് മറ്റേ കൈ കൊണ്ട് കൊന്നാ പാപം തിന്നാ തീരുന്ന അങ്ങനെ എങ്ങാനും വേണം. ആണെങ്കിലും കൊള്ളാം, ഒന്നും പറയലടവി. നിങ്ങൾ ഇനിയിപ്പോൾ അവരെ PR ടീമും കമൻറ്റ് ചെയ്ത് അച്ചായനെ സപ്പോർട്ട് ചെയ്യുന്നവർ തന്നെ പറഞ്ഞതാ. ഇതിനെന്താണ് സൊല്യൂഷൻ? ഇതിനെന്താണ് നിങ്ങൾക്ക് മറുപടി ഉള്ളത്? എന്താണ് ഇതിന് പറയാനുള്ളത് നിങ്ങൾക്ക്? അതൊന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഈ പറഞ്ഞവർ കുറ്റക്കാരാവോ അതോ അച്ചായി ഇപ്പോഴും നല്ലവനായിട്ട് നിൽക്കുമോ?